എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. എന്റെ തീരുമാനം ഇതാ. ശ്രീഹരിയും മായും അതേപോലെ ശ്രേയയും മായും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കുന്നതായിരിക്കും. അതേ നടക്കുള്ളൂ. കേട്ടല്ലോ. ആർക്കെങ്കിലും ഈ തീരുമാനത്തിൽ ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. പ്രത്യേകിച്ച് പത്മത്തിനോടും ശ്രേയയോടും അദ്ദേഹം അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അവർക്കും ശ്രീധരന്റെ വാക്കുകൾ മൗനമായി അനുസരിക്കാനേ പറ്റുമായിരുന്നുള്ളൂ. അപ്പോ ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം ഈ വീട്ടിൽ വേണ്ട. ഉടനെ ഞാൻ ഇവരും കൂടെ മാധവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ പറയുക, ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞ സ്ത്രീയെ ഇനി ആരും ബുദ്ധിമുട്ടിക്കരുത്. മനസ്സിലായല്ലോ? പത്മവും മകളും അദ്ദേഹത്തെ നോക്ക് മാത്രം ചെയ്ത് റൂമിലേക്ക് പോയി. ഇനി എല്ലാവരും അവരവരുടെ ജോലി നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശില്പ, നീ നിന്റെ ജോലി നോക്ക്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഭ്രാന്ത് പിടിപ്പിക്കല്ലേ ചേച്ചി. ചേച്ചിയെ ജീവനായി കണ്ട് സ്നേഹിക്കുന്ന ഒരാളെ ചേച്ചിക്ക് ഇനിയും കിട്ടുമല്ലോ. അതേപോലെ ചേച്ചിയുടെ വിദ്യാഭ്യാസത്തിന് യോജിച്ച ഒരാള്. അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ഓർത്ത് നോക്കിയേ. ശ്രീമംഗലത്തേക്ക് അയച്ചില്ല എന്ത് യോഗ്യതയാ ചേച്ചിക്കുള്ളത്? ശ്രീയേട്ടൻ ആരാ? ശ്രീമംഗലം ഗ്രൂപ്പിന്റെ MD. അങ്ങനെ ഒരാൾ വെറും +2 വരെ പഠിച്ച ചേച്ചിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അതിന്റെ നാണക്കേട് ശ്രീയേട്ടന് കൂടിയല്ലേ? പിന്നെ ശ്രീയേട്ടൻ ചേച്ചി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല. പണ്ടെങ്കിൽ ഒരു തമാശയ്ക്ക് തോന്നിയൊരു ഇഷ്ടം. അത് ഇത്രത്തോളം വളർന്ന് പെട്ടെന്നൊരു ദിവസം ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയാൻ കഴിയാത്തോണ്ടായിരിക്കും. ആ ചേച്ചി കൂടി മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ശ്രീയേട്ടൻ നിന്നോട് പറഞ്ഞു എങ്ങനെയൊക്കെ? എന്നോട് ആരൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീയേട്ടൻ്റെ മനസ്സ് വായിച്ച പോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ശ്രീയേട്ടൻ്റെ മനസ്സിൽ എങ്ങനെ നീ വായിച്ചു? എൻ്റെ ചേച്ചി, തർക്കത്തിനൊന്നും ഞാനില്ല. ചേച്ചി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇത്രയും പറഞ്ഞെന്ന് കരുതി ചേച്ചിക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട കേട്ടോ. അതും പറഞ്ഞ് ശില്പ അകത്തേക്ക് കയറിപ്പോയി. ശ്രീഹരിയും ഇന്ദ്രനും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഒരുങ്ങുന്ന മനസ്സുമായുമായ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ശില്പയുടെ വരവും ശേഷം ഈ സംസാരവും. ശില്പ പോയതും വല്ലാത്തൊരു സങ്കടത്തോടെ അവൾ അവിടെയുള്ള ഒരു കല്ലിലിരുന്ന് ശരീരമാകെ തളരുന്ന പോലെ. എന്താ ഈശ്വര ഞാൻ ഈ കേൾക്കുന്നത്? എത്ര ലാഘവത്തോടെയാണ് ശില്പ തന്നോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത്. ശില്പ മാത്രമല്ല, മഹിയും ഇതേ ഒരു സംസാരം തന്നെയല്ലേ കുറച്ചു മുമ്പ് അവനും പറഞ്ഞിട്ട് പോയത്. ഒരു ദയമില്ലാതെ സ്വന്തം ചേച്ചി നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു? എല്ലാം അറിയുന്നല്ലേ അവർക്ക്. അവർ പോലും കൺമുമ്പിൽ കണ്ടതല്ലേ താനും ശ്രീയേട്ടനുമായിട്ടുള്ള സ്നേഹവും ബന്ധവും. മഹിക്ക് ശ്രീയേട്ടന് വലിയ കാര്യമാണ്. എന്നിട്ടും തന്നെ വേദന അറിയാതെ ശില്പയ്ക്ക് വേണ്ടി അവൻ സംസാരിക്കുന്നു. ആൾക്ക് വേണ്ടി ശ്രീയേട്ടനെ വിവാഹം ആലോചിക്കുന്നു. അപ്പൊ താനാരാ? അവൻ്റെ ചേച്ചിയല്ലേ? എൻ്റെ കണ്ണുനീരിനും സ്നേഹത്തിനൊരു വിലയുമില്ലേ? ശില്പ പറഞ്ഞ പോലെ ശ്രീയേട്ടന് താനൊരു ബാധ്യതയാണോ? ഓർമ്മ വെച്ച നാളെ മുതൽ ഹൃദയത്തിൽ പ്രതീക്ഷിച്ച ശ്രീയേട്ടന് ഇപ്പൊ താൻ പോരാത്തവളായി മാറിയോ? തന്നെ വിവാഹം കഴിച്ച ശ്രീയേട്ടൻ അതൊരു നാണക്കേടായി മാറുമോ? ഏയ്, ഒരിക്കലുമില്ല. ഓരോ നിമിഷം തൻ്റെ മനസ്സിൽ ആളങ്ങനെ ആകാശത്തേക്കാൾ ഉയർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തോന്നാൻ കാരണം തൻ്റെ നിഴലെന്ന് കണ്ടാൽ തിളങ്ങുന്ന ആ കണ്ണുകളും വിടരുന്ന ആ മുഖവുമാണ്. ദിവസം ഒരു തവണയെങ്കിലും കാണാൻ പാടവരുമ്പത്തോ പുഴയുടെ അരികിലോ കാത്തിരിക്കുന്ന ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഞാനില്ലെന്നോ? ഇതുവരെ ഞാൻ അനുഭവിച്ച പ്രണയം അടുപ്പം വെറും തമാശ മാത്രമാണെന്നോ? ഇത്രയും നാൾ ആ സ്നേഹത്തിന്റെ ചൂടിൽ ജീവിച്ച തനിക്ക് ശ്രീയേട്ടനെ മറക്കാനാവും? തന്നെ മറക്കാൻ ശ്രീയേട്ടന് കഴിയും? ഇല്ല, എൻ്റെ ശ്രീയേട്ടനുമായ വേറൊരു തമാശയല്ല. നിനക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനൊപ്പം ഞങ്ങൾ തമ്മിലുള്ള പ്രണയം അത് ഇന്നും നിലയും തുടങ്ങിയതല്ല. ഓർമ്മ വെച്ച നാൾ മുതൽ നെഞ്ചിൽ തറച്ച പ്രണയം ഞങ്ങളുടേത്. അതൊരാൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും ഇല്ലാതാവുകയില്ല. ഇന്നിവിടുന്ന് ഇറങ്ങുമ്പോൾ പോലും ആ കണ്ണിലെ തിളക്ക ഈ പെണ്ണ് കണ്ടതാണ്. ആ തിളക്ക അങ്ങനെ പെട്ടെന്നൊന്നും ഈ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. ആർക്ക് വേണ്ടി ഒന്നിനു വേണ്ടി തന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയത് എൻ്റെ ശ്രീയേട്ടനല്ലേ? ശ്രീഹരി അവസാനം പറഞ്ഞിട്ട് പോയ ആ വാക്കുകളിൽ അവളുടെ ഹൃദയം കുരുങ്ങിക്കിടന്നു. പെട്ടെന്ന് മായക്ക് ശ്രീഹരിയെ കാണാൻ മനസ്സുവല്ലാതെ കൊതിച്ചു. ആ നെഞ്ചിലെ ചൂടിൽ ഒരു ഇത്തിരി നേരം തന്റെ കണ്ണുനീര് ഇറക്കി വെക്കണമെന്ന് തോന്നിയതും അവൾ അകത്തെ മുറിയിലേക്ക് നടന്ന് ഫോൺ എടുത്ത് ശ്രീഹരിയെ വിളിച്ചു. ആ ശബ്ദമൊന്ന് കേൾക്കാൻ അവൾ കാതോർത്തു. മുത്തശ്ശൻ പറഞ്ഞ തീരുമാനത്തിൽ ഏറെ സന്തോഷത്തോടെ ശ്രീഹരി മുറിയിലേക്ക് കയറവെയാണ് ഫോൺ റിങ് ചെയ്യുന്ന കേട്ടത്. ആരായിരിക്കും വിളിക്കുന്നതെന്ന സംശയത്തിൽ ടേബിളിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു. മായയുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞേണ്ടതും ഒരു പുഞ്ചിരിയോടെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ശ്രീയേട്ട എന്നുള്ള വിളിയും അതിനോടൊപ്പമുള്ള തേങ്ങലും അവനെ ഞെട്ടിച്ചു. മായ, എന്താടാ? എന്തു പറ്റിയടാ എൻ്റെ പെണ്ണിന്? എല്ലാം ഓക്കേടാ. ഇനി നമ്മുടെ കാര്യത്തിലൊന്നും പേടിക്കാനല്ല. മുത്തശ്ശനോട് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്തു വന്നാലും ആര് എതിർത്താലും നമ്മുടെ വിവാഹം നടത്തിത്തീരുന്ന മുത്തശ്ശൻ വാക്ക് പറഞ്ഞു. ഞാൻ തന്നെ വിളിക്കാനിരിക്കായിരുന്നു. അപ്പോഴാണ് താൻ ഇങ്ങോട്ട് വിളിച്ച്. അവന്റെ വാക്കുകളുടെ സന്തോഷം പറഞ്ഞതും അവളുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയിരുന്നു. ഓരോ നിമിഷവും സന്തോഷവും സങ്കടവും അവളുടെ ഉള്ളിൽ തുടികൊട്ടി. ശ്രീയേട്ടാ, പറയൂ പെണ്ണേ. ഇനി എന്താ? അവിടെ മൈ തന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല ശ്രീയേട്ടാ, എന്നെ ആരൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനാടി ഈ സങ്കടം? പറ പെണ്ണേ. ശ്രീയേട്ടാ, പറ.
ഞാൻ പുഴക്കരയിലേക്ക് വന്നോട്ടെ. എനിക്കിപ്പോൾ ശ്രീയേട്ടനെ കാണാം. ഒന്ന് അവിടെ വരെ വരാവോ? പിന്നെന്താ, വരാലോ മോളെ. അതിനാണോ ഈ സങ്കടവും വെപ്രാളം? തനിക്ക് കാണാന്ന് പറഞ്ഞ ഈ ലോകത്തിൽ എവിടെയായാലും ഞാൻ ഓടിയെത്തില്ലേ മോളെ. ദേ ഞാൻ ഇറങ്ങി, താൻ ഫോൺ വെച്ചോ. അവന്റെ മറുപടി കിട്ടിയതും അവൾ ഫോൺ കട്ട് ചെയ്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശ്രീഹരിയെ കാണാനുള്ള ആഗ്രഹവും അതിലുപരി എന്തോ ഒരു പേടിയും അവളുടെ മനസ്സിൽ നിറഞ്ഞിട്ടും അതൊന്നും കാര്യമാക്കാതെ അവൾ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അപ്പുറത്ത് നടന്നു വരുന്നവരെ കണ്ട് മായ ഞെട്ടി. അമ്മയും ശിവാനി അവരപ്പുറത്ത് വരുന്ന കണ്ടതും അവർ കാണാതെ അവൾ തൊട്ടടുത്ത പറമ്പിലേക്ക് ഓടിക്കയറി. തന്നെ ഇപ്പോൾ കണ്ടാൽ ഇപ്പോൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾ വരും. പിന്നെ എല്ലാം വിശദീകരിക്കേണ്ടി വരും. കാര്യങ്ങളൊന്നും ഇതുവരെ അവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. തന്റെ മുഖത്തെ വെപ്രാളം കണ്ടാൽ അമ്മയ്ക്ക് വേഗത്തിൽ മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും വീട്ടിലെത്തിയിട്ട് കാര്യങ്ങൾ അറിഞ്ഞോട്ടെ, അതാ നല്ലത്. താനായിട്ടിപ്പോ ഒന്നും പറയണ്ട. അമ്മയും ശിവാനി അതുവഴി കടന്നുപോയതും ഒരു നെടുവീർപ്പോടെ അവൾ വേഗത്തിൽ റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു. മായ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും എന്തായിരിക്കും വൈകുന്നതെന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ശ്രീയേട്ട എന്നുള്ള വിളി ശ്രീഹരിയുടെ കാതിൽ പതിഞ്ഞത്. എത്ര നേരായി പെണ്ണെ ഞാൻ എത്തിയിട്ട്, നീ ഇത് എവിടെ പോയി നിൽക്കുക? ഒന്ന് വേഗം വന്നൂടെ? ഓഹോ, ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ശ്രീയേട്ടന് ഇപ്പോൾ വയ്യാതെയായോ? അവന്റെ ചോദ്യത്തിൽ കുറുമ്പോടെ അവനെ നോക്കി ഒരു കിതപ്പോടെ അവനരികിലേക്ക് വന്നുകൊണ്ട് മായ പറഞ്ഞതും ഒരു കള്ളച്ചിരിയോടെ അവളെ നോയിക്കൊണ്ട് തന്നിലേക്ക് പിടിച്ചു വലിച്ച് തന്റെ കരവലയത്തിൽ ഒതുക്കി ശ്രീഹരി. അതേടി, കാത്തിരിക്കാൻ സമയമില്ല. എന്തേ? മാറങ്ങോട്ട്, എന്നാ ഞാൻ പോയേക്കാം. അവന്റെ സംസാരത്തിൽ അവനിൽ നിന്ന് കുതിരി മാറാൻ നോക്കിയതും അവളുടെ കണ്ണുകൾ കാരണമില്ലാതെ നിറഞ്ഞു. അവന്റെ കൈകൾ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അവൾ മാറി നിന്നു. അവനൊരു ചിരിയോടെ അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്നതും അവള് നിറഞ്ഞൊഴുകുന്ന മിഴികൾ കണ്ട അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എന്റെ പെണ്ണ് കരയാണോ? എന്താടാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. അതിനാണ് ഈ സങ്കടം. ഇത്രയും വർഷങ്ങൾ നിനക്കായിട്ട് മാത്രമല്ലേ ഞാൻ കാത്തിരുന്നിട്ടുള്ളത്. ഇനി നിനക്കത് മനസ്സിലായില്ലേ? ഇനി എത്ര നാൾ വരെയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ലേ പെണ്ണേ. പിന്നെ എന്തിനാണ് ഈ സങ്കടം? എന്നാലും ഞാൻ പറയാ, ഇനി അധികം താമസിയാതെ താൻ എന്നെ അരിയിലെത്തും പെണ്ണേ, എത്രയും പെട്ടെന്ന്. അതല്ലേ ശ്രീയേട്ടാ, എനിക്ക് സന്തോഷം തന്നെയാ. പക്ഷേ ശില്പ... അവൾ പറയാമെന്ന് പെട്ടെന്ന് നിർത്തി. എന്താണ് കാര്യം? നീ എന്താ പറയാമെന്ന്? ശില്പ അവൾ എന്ത് ചെയ്തു? അവളോ മഹിയോ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടോ? താൻ നേരത്തെ വിളിച്ചപ്പോലും ഞാൻ ചോദിച്ചില്ലേ? അപ്പൊ നീ അവരൊന്നും പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞേ? ഇല്ല ശ്രീയേട്ടാ, അവരൊന്നും പറഞ്ഞില്ല. ശ്രീയേട്ടനും ഇന്ദ്രേട്ടനും വന്നുപോയത് പിന്നെ അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു തന്നെ അറിയിക്കണം കേട്ടോ. ഇനിയും നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അത് നിന്റെ വീട്ടിലുള്ളവരാണെങ്കിൽ പോലും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശ്രീയേട്ടാ. ഉള്ളിലെ വേദന കടിച്ചമർത്തി അവൾ പറഞ്ഞു. ഒന്നും ശ്രീയേട്ടൻ അറിയണ്ട, ഒന്നും. ശില്പ തന്നോട് പറഞ്ഞെല്ലാം ശ്രീയേട്ടൻ അറിഞ്ഞാൽ തന്റെ അനിയത്തിയെ ശ്രീയേട്ടൻ വെറുക്കും. അതുണ്ടാവരുത്. മയോട് തന്നെ ഇപ്പോൾ ആവശ്യത്തിലധികം ദേഷ്യമുണ്ട്. ഇനി ശില്പയെ കൂടി ആ സ്ഥാനത്ത് കാണണ്ട. അതാണ് എന്തുകൊണ്ടും നല്ലത്. അതോർത്തതും അവൾ മൗനം പാലിച്ചു. എന്താണ്, വലിയ ആലോചനയിലാണല്ലോ? പുഴയരികിലെ ചെറിയൊരു പാറയുടെ മുകളിലായിരുന്നുകൊണ്ട് മായയുടെ കൈകൾ തന്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് ശ്രീഹരി ചോദിച്ചു. അവന്റെ ചോദ്യത്തിലൊന്നും ഞെട്ടിയെങ്കിലും ഒന്നും തിരിച്ചു പറയാനാവാതെ അവൾ അവനെ നോക്കി ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. വേണ്ടാത്തൊന്നും ഇപ്പൊ എന്റെ പെണ്ണ് ആലോചിക്കണ്ട. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ശ്രീമംഗലം സുധാകരന്റെ മകൾ ശ്രീഹരിയുടെ പെണ്ണായി എല്ലാ അർത്ഥത്തിലും ശ്രീമംഗലത്ത് നീ കയറി വരും. അതുമാത്രം ആലോചിച്ചാൽ മതി. കേട്ടോടി പെണ്ണേ? കേട്ടു ശ്രീയേട്ടാ. അതിനുശേഷമുള്ളതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം, പോരെ? അല്ലെങ്കിൽ ഇപ്പൊ വേണോ? അവനൊരു കൊഞ്ചലോടെ മായയെ നോക്കി. പോ ശ്രീയേട്ടാ, ഞാൻ അതൊന്നും ആലോചിച്ചിട്ടില്ല. തൽക്കാലം മോനും ആലോചിക്കണ്ട. എന്താ പറ, എന്താ ആലോചിച്ച്? ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചുകൊണ്ട് ശ്രീഹരി അവളുടെ കവിളിലേക്ക് തന്നെ മുഖം ചേർക്കാൻ നോക്കിയതും മായ തന്റെ കൈയാൽ മുഖം പിടിച്ചു മാറ്റി പാറയിൽ നിന്നിറങ്ങി അവന്റെ കയ്യിൽ പിടിച്ചു. ശ്രീയേട്ടാ വേണ്ട കേട്ടോ, ആരെങ്കിലും കാണും. എന്തായാലും നമ്മുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ. എന്നാ പിന്നെ അതുവരെ കാത്തിരുന്നൂടെ? ശരി വേണേ, കാത്തിരുന്നോളാമേ. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. മനസ്സിന് സമാധാനം കിട്ടാനിട്ടാ ശ്രീയേട്ടനെ കാണണമെന്ന് പറഞ്ഞ്. ഇപ്പോഴാ മനസ്സിന് ആശ്വാസം വന്ന്. ഇനി ഞാൻ പൊക്കോട്ടെ? പോയിക്കോ. ഇനി എന്റെ പെണ്ണ് ഒന്നുകൊണ്ട് വിഷമിക്കരുത്. ആർക്കും നമ്മുടെ ഈ പ്രണയം ഇല്ലാതാക്കാൻ കഴിയില്ല, പോരെ? അടുത്ത ദിവസം തന്നെ മുത്തശ്ശനും അച്ഛനൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വീട്ടിലേക്ക് വരും. അത്രയും സമയം വരെ എന്റെ പെണ്ണ് കാത്തിരുന്നാ മതി. തന്റെ കൈയിൽ ചേർത്ത് വെച്ചുള്ള മായയുടെ കൈകൾ ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ടാവൻ പറഞ്ഞതും മായ അവന്റെ കൈകൾ ചിരിയോടെ ചുംബിച്ച് അവരിൽ നിന്ന് കൈവിടുവിച്ച് മുന്നോട്ട് നടന്നു. അല്ല ഏടത്തി, എന്നാലും ഏടത്തിക്ക് എന്താ പറ്റിയത്? മായ ഏടത്തിക്ക് നല്ല ഇഷ്ടമായിരുന്നല്ലോ. ഇപ്പൊ പെട്ടെന്ന് ഏടത്തിക്ക് അവളെ ഇഷ്ടമല്ലാതാവ് എന്താ കാരണം? എനിക്കൊന്നും മനസ്സിലാവണില്ല. കാര്യങ്ങളെല്ലാം ഒരുവിധം ഒതുങ്ങിയതും പത്മവും യശോദ അടുക്കളയിൽ പണിയിലായിരുന്നപ്പോഴാണ് തന്റെ മനസ്സിലെ സംശയം യശോദ പത്മത്തിനോട് ചോദിച്ച്. എനിക്ക് അങ്ങനെയൊന്നുമില്ല യശോദേ. എനിക്കെന്തോ ഇപ്പൊ ആ കുട്ടിയെ വലിയ താല്പര്യമില്ല. അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല. അവളേക്കാൾ ശ്രീഹരിക്ക് നല്ല ശില്പിയാണെന്നൊരു തോന്നല്, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല.
ആദ്യം ഏടത്തി വെറുതെ പറയാ. ഇതിനൊക്കെ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാരണം ഉണ്ടാക്കി ഇതിന്ന് മാറില്ല. ഞാൻ ഏടത്തിയെ കാണാൻ തുടങ്ങിയിട്ട് വർഷം ഒരുപാടായില്ലേ? ഇല്ലടി, സത്യമായിട്ടും അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഇനി നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. കാര്യങ്ങൾ ഏതാണ്ട് ഒരു തീരുമാനത്തിലെത്തിയില്ലേ? ആയിക്കോട്ടെ, എന്നാ ഞാൻ നിർത്തി. ഞാൻ ഏടത്തിയോടൊന്നും ചോദിച്ചില്ലെന്ന് കരുതിക്കോ. അമ്മേ. ആ ഒരു സംസാരത്തിലേക്ക് ഇന്ദ്രൻ വന്നുകൊണ്ട് വിളിച്ചതും യശോദം തിരിഞ്ഞു. എന്താടാ? അമ്മ ഒന്ന് വന്നേ, വരുമ്പോൾ ചായ എടുത്തോ? ആ, ഇപ്പൊ വരാം ഏടത്തി, ഞാനിപ്പോ വരാം കേട്ടോ. ഇന്ദ്രനുള്ള ചായ കയ്യിലെടുത്തുകൊണ്ട് പത്മത്തിനെ നോക്കി യശോദ പറഞ്ഞു. പോയി വാ. യശോദ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇന്ദ്രൻ എന്തോ ആലോചനയിൽ ബാൽക്കണി ഇരിക്കുകയായിരുന്നു. ഇന്ദ്ര. ആ, അമ്മ വന്നോ? ദാ ചായ കുടിക്ക്. അതെ, അമ്മ വല്യമ്മയോട് നടന്നതിനെ കുറിച്ച് ഇനൊന്നും സംസാരിക്കണ്ട. എല്ലാം നല്ലൊരു തീരുമാനത്തിൽ തിരികല്ലേ? ഇല്ലടാ, ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇന്നലെ വരെ മായ ഇഷ്ടമായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇഷ്ടമില്ല. അതിന്റെ കാരണം അറിയാൻ ആഗ്രഹം തോന്നി. അത് ചോദിച്ചു പോയതാ. മറുപടിയും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നൊക്കെ നിർത്തി. ആണ് നല്ലത്. ഇനി നമ്മളായിട്ടൊന്നും ചോദിക്കണ്ട. എന്തോന്ന് അവരുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് പക്ഷേ വല്യമ്മക്കും ശ്രേയക്കും മാത്രമേ അറിയുള്ളൂ ആ കാര്യങ്ങൾ എന്താണെന്ന്. ഏട്ടനും വലിയച്ഛനും കാര്യങ്ങളൊന്നും അറിയില്ല. അതെ, അവർക്ക് ഇതിലൊരു അറിവില്ല ഇന്ദ്ര. എന്തായാലും ഇപ്പൊ സമാധാനമായി. അച്ഛൻ നല്ലൊരു തീരുമാനം എടുത്തല്ലോ. ഇനി അതിൽ മാറ്റം വരുത്താൻ ആർക്കും കഴിയില്ല. അമ്മ പറഞ്ഞു. ഇന്ദ്രനൊന്ന് മൂളി. എന്തൊക്കെയാ മാധവേട്ട അവിടെ നടക്കുന്നത്? ഇവിടെ നടന്ന കാര്യങ്ങളല്ലേ ഞാൻ ഇത്രയും നേരം നിന്നോട് പറഞ്ഞ്. അതൊന്നും നീ കേട്ടില്ലേ? എന്റെ മാധവേട്ട, എല്ലാം ഞാൻ കേട്ടു. എന്നാൽ ഇങ്ങനൊരു പ്രശ്നം ഈ വീട്ടില്, എന്നിട്ട് എന്നെ ഒന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ മാധവേട്ട നിങ്ങൾക്ക്? ശോഭേ, ഞാൻ എന്താ നിന്നോട് വിളിച്ചിട്ട് പറയേണ്ടത്? സ്വന്തം മകൻ ശ്രീമംഗലം വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ച് ഗർഭിണിയാക്കിയെന്നോ? അതോ ആ പെണ്ണിനെ നമ്മളെ മോ വിവാഹം കഴിക്കണമെങ്കിൽ മൂത്ത മകൾക്ക് പറഞ്ഞു വെച്ച ചെക്കനെ കൊണ്ട് രണ്ടാമത്തെ മകളെ കെട്ടിച്ചു കൊടുക്കണമെന്നോ? എന്താ മാധവേട്ടൻ പറഞ്ഞ്? ആ, അതന്നെ ഞാൻ പറഞ്ഞെന്ന് എനിക്കിതൊരു മനസ്സിലായില്ലേ? ആ കുട്ടി ഗർഭിണിയാണ് ശോഭേ, അതാ ഞാൻ പറഞ്ഞു. മൈ കേട്ട വാർത്ത സത്യമാവലി എന്നുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശോഭ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. അമ്മ കൂടുതലൊന്നും ഒച്ച വെക്കണ്ട, കേട്ടൊക്കെ സത്യ. എന്തായാലും സംഭവിച്ചു പോയി. അത്ര വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ അവള്, അല്ല ഇന്നലെ കണ്ട പെണ്ണൊന്നുമല്ലല്ലോ. പിന്നെ ശില്പയുടെ കാര്യം, അവൾക്കാണ് എന്തുകൊണ്ടും ശ്രീയേട്ടൻ ചേരുക. അല്ലാതെ ഒന്നും അറിയാത്ത ചേച്ചി ശ്രീയേട്ടന്റെ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ട ശ്രീയേട്ടന്റെ ജീവിതം പോലും ഇല്ലാതായി പോകും. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ അമ്മ ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മഹി, ഒരു കൂസലമില്ലാതെ പറയുന്ന അവനെ ശോഭ ഞെട്ടലോടെ നോക്കിക്കൊണ്ട് വിളിച്ചു. ആമേ, ഞാൻ തന്നെയാ. ആള് മാറിയിട്ടൊന്നുമില്ല. പറഞ്ഞെല്ലാം അമ്മ കേട്ടല്ലോ. ചേച്ചിയുടെ കാര്യത്തിൽ അത്രയ്ക്ക് വേദന ഉണ്ടെങ്കിൽ ചേച്ചി ആ അപ്പച്ചിയുടെ മോനില്ലേ, ആ പ്രശാന്ത്, അവനെങ്ങാനും കെട്ടിച്ചു കൊടുക്ക്. മഹി, എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? അപ്പൊ ഞാനിതുവരെ പറഞ്ഞൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇനി ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാനുമില്ല. ഉറച്ച തീരുമാനത്തോടെ മായി ഓരോന്ന് പറയുന്ന കേട്ട് ശോഭ നടുങ്ങി. കേട്ടില്ല അവന്റെ ഒരു സംസാരം? ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ അല്ലേ ശോഭേ? മയുടെ സംസാരം കേട്ട് മാധവൻ വീണ്ടും ശോഭയുടെ നേരെ തിരിഞ്ഞു. അല്ല മാധവേട്ട, ഇവൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എനിക്കൊന്നും അറിയില്ല ശോഭേ, അവനോട് തന്നെ ചോദിക്ക്. അമ്മയും അച്ഛന് കൂടുതൽ ചോദിച്ച് കഷ്ടപ്പെടേണ്ട. മായേട്ട പറഞ്ഞൊക്കെ സത്യ. ശില്പയും രംഗത്തെത്തി. കൊച്ചുകുട്ടികളെന്നല്ലല്ലോ ഞങ്ങള് ഇങ്ങനെ ഓരോന്ന് പറയാന്. ദേ അടുത്തത്, മക്കള് തന്നോളം വളർന്നാ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനിയൊന്നും സംസാരിക്കേണ്ട ഇവരോട്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ മഹിയുടെയും മായുടെയും വിവാഹം നടത്തണം. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. എന്തായാലും നാളെ ആവട്ടെ, ശ്രീമംഗലത്തുനിന്ന് പോയി വരണം. അവരോട് സംസാരിച്ചിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. അപ്പൊ എന്റെ കാര്യം? നിന്റെ കാര്യം എന്താ? ശ്രീയേട്ടന്റെ കാര്യം അവൾ ഉദ്ദേശിച്ച്. മായി അച്ഛൻ നോയി പറഞ്ഞു. ശില്പമോളെ, വേണ്ട ആട്ടോ. ചേച്ചിയുടെ കണ്ണുനീരിൽ ചവിട്ടി വേണ്ട എനിക്കൊരു ജീവിതം. ആദ്യം ഇവരുടെ വിവാഹം നടക്കട്ടെ. അതിനുശേഷം നമുക്ക് നല്ലൊരു കുടുംബത്തിന് ഒരു ചെക്കനെ നോക്കാം. അതൊന്നും നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? നിങ്ങളൊക്കെ ആഗ്രഹങ്ങൾ ഓരോന്ന് വിചാരിക്കുമ്പോൾ നേടിയെടുക്കുക. ഇത് കളിപ്പാട്ടൊന്നുമല്ല, മറ്റൊരാളുടെ ജീവിതം കൂടിയാ. സ്ത്രീക്ക് ഒരിക്കലും മായയുടെ സ്ഥാനത്ത് നിന്നെ കാണാനാവില്ല. അവന് നീ അനിയത്തിയാ, അത് മനസ്സിലാക്ക്. നീ വിവരമുള്ള കുട്ടിയല്ലേ, ആലോചിക്ക്. അതാ ഞാൻ ഉദ്ദേശിച്ച്. വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെ മരുമകളാക്കാൻ ഏതൊരു അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം ശ്രീയേട്ടൻ്റെ അമ്മയ്ക്കുള്ളത്. അതൊന്നും വെറും +2 വരെ കഷ്ടിച്ചു പോയ ചേച്ചിക്കോ ഇതിനെല്ലാം കൂട്ടിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കോ മനസ്സിലാവില്ല. ചേച്ചി, ഇതെന്തൊക്കെയാ പറയുന്നത്? വലിയ ചേച്ചി അച്ഛനും അമ്മയും ചേച്ചി ഇത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ. കുറച്ച് സൗന്ദര്യം നേരിട്ട് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല കേട്ടോ. തീ പൊടി, ചെറിയ വായിൽ വലിയ വർത്താനം പറയാൻ മുന്നിൽ പൊയ്ക്കു നീ. മോളെ ശിവ, വേണ്ട, അവള് പറയട്ടെ. ഇത്രത്തോളമൊക്കെ സംസാരിക്കാൻ എൻ്റെ മോള് വളർന്ന് അച്ഛൻ അറിഞ്ഞില്ല. അച്ഛൻ അങ്ങനെ അവളെ കുറ്റപ്പെടുത്തണ്ട. മിണ്ടരുത് നീ ഒറ്റൊരുത്തനാ ഇതൊക്കെ വരുത്തി വെച്ച്. അച്ഛൻ ഞാൻ മതി. അച്ഛനോട് അമ്മയോട് കയറി സംസാരിക്കാൻ മാത്രം നിങ്ങൾ രണ്ടാളും വളർന്നിട്ടില്ല, അത് മനസ്സിലായിക്കോ. അവരുടെ സംസാരം കേട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്ന മായ പറഞ്ഞു. മായയും ശില്പയും മായ എന്ന് കൂർപ്പിച്ച് നോക്കി അകത്തേക്ക് വലിഞ്ഞു.
അച്ഛനും അമ്മയും വിഷമിക്കാതിരിക്കുക. അവർ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം, നിങ്ങൾ സങ്കടപ്പെടണ്ട. എന്നാലും മോളെ, അവർ പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ നെഞ്ചു പൊട്ടുക. മായയെ നോക്കി അമ്മ സങ്കടത്തോടെ മൊഴിഞ്ഞു. സാരല്ല, അതൊന്നും കാര്യക്കണ്ട, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അമ്മ പോയി കുളിച്ചിട്ട് വാ. മോളെ ചെല്ല്, ഞാൻ ചായ എടുക്കാം. അമ്മയോടും ശിവയോടും പറഞ്ഞിട്ട് അച്ഛനെയും നോക്കിക്കൊണ്ടുമായ അടുക്കളയിലേക്ക് നടന്നു. അമ്മേ, ഇനി എന്താ ചെയ്യുക? എനിക്കറിയില്ല മോളെ, എന്തെങ്കിലും വഴി ഉണ്ടാക്കണം അമ്മേ. ഞാൻ എന്ത് വഴി ഉണ്ടാക്കാനാ? എല്ലാം വരുത്തി വെച്ച് നീയും ശ്രേയോ അല്ലേ? നിങ്ങൾ രണ്ടാൾ തന്നെ ആലോചിക്ക്. അമ്മ ഇങ്ങനെ പറഞ്ഞൊഴിയല്ലേ? അതെ, ഞാൻ കാര്യം പറയട്ടെ നിന്നോട്. എന്താ അമ്മ പറ. നിന്റെ ഏട്ടൻ മായ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിന്റെ മുത്തശ്ശൻ അവൻ്റെ ഇഷ്ടത്തിന് എതിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ശില്പിയായിട്ടുള്ള ആലോചന മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിവിടെ വെച്ച് നിർത്തിയാൽ പോരെ? ഇല്ലമ്മേ, ഇനി മാറ്റാൻ കഴിയില്ല. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ. ആ വാക്ക് മാറ്റാൻ എനിക്കാവില്ല. അല്ലെങ്കിൽ ഏട്ടൻ്റെ യോഗ്യതയ്ക്ക് എന്തുകൊണ്ട് യോജിച്ച ശില്പ തന്നെയാ. അമ്മ അതൊന്നും മനസ്സിലാക്ക്. വേണ്ട ശ്രേയ, ഇനി ഇതിനു വേണ്ടി നീ വാശി പിടിക്കേണ്ട. അവസാന തീരുമാനം മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അത് നീയും മനസ്സിലാക്ക്. വേണ്ട അമ്മ, നിർത്തിക്കോ. ഇനി കൂടുതലും സംസാരിക്കണ്ട. എനിക്കറിയാം എന്ത് വേണമെന്ന്. മോളെ, ഞാനൊന്ന് പറയട്ടെ. ചേച്ചി സ്നേഹിച്ചവനെ സ്വന്താക്കാൻ ശ്രമിക്കുന്ന ശില്പ നമ്മുടെ കുടുംബത്തിൽ വന്നാലേ ഇപ്പൊ ശ്രീമംഗലത്തുള്ള ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് കൂടുതലാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. വിവരമുള്ള കുട്ടിയല്ലേ നീ, ചിന്തിച്ച് പ്രവർത്തിക്ക്. നോ, ഈ കാര്യം സംസാരിച്ച അമ്മിനി എൻ്റെ അടുത്ത് വരരുത്. ഏട്ടൻ ശില്പയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അത്രമാത്രം അമ്മ ഓർത്താ മതി. ഇനി ശ്രേയ ഇവിടെ എത്തിക്കാൻ വല്ല ബുദ്ധിയമ്മയുടെ തലയിൽ തെളിഞ്ഞാ അതൊന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അവൾ വേണ്ടെന്ന് പറഞ്ഞ് വരണ്ട. ശ്രേയയുടെ സംസാരം കേട്ട് പത്മ ഒന്നും മിണ്ടാതെ അവരുടെ റൂമിലേക്ക് പോയി. ഇന്ദ്രേട്ടാ, രാത്രി ഇന്ദ്രൻ തന്റെ റൂമിൽ ലാപ്പിൽ ഓഫീസിൽ എന്തോ വർക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകുട്ടി അങ്ങോട്ട് കടന്നു വന്ന്. എന്താടി പറ. ലാപ്ടോപ്പിൽ നിന്ന് മുഖമേർത്തി അവളെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്ദ്രേട്ടൻ ബിസിയാണോ? ചെറുതായിട്ട്. എന്നാലും നീ കാര്യം പറ. എന്നോട് ദേഷ്യം തോന്നരുത്. ദേഷ്യം തോന്നാൻ പറ്റിയ കാര്യമാണെങ്കിൽ ദേഷ്യം തോന്നുക തന്നെ ചെയ്യും. ഇന്ദ്രേട്ടൻ അങ്ങനെ പറയല്ലേ. ശരി, നീ കാര്യം പറ. അതേ, ഇന്ദ്രേട്ടൻ ശ്രീയുടെയും ആയച്ചിയുടെയും കാര്യത്തിൽ അധികം ഇടപെടണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ജീവിതം അവർ നോക്കിക്കോളും. ഏട്ടൻ വെറുതെ അതിൽ പോയി കുടുങ്ങേണ്ട. ഓഹോ, ഇത് പറയാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന്? അത് അടാ, നിന്റെ അമ്മയുടെ. അമ്മ താഴെയുണ്ട്. എന്നാലേ ശ്രീകുട്ടി അമ്മയും കൂടി വേഗം പോകാൻ നോക്ക്. ഇന്ന് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയി ഉറങ്ങാൻ നോക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അധികം നീ ഇവിടെ നിന്ന് വിയർക്കണ്ട. അത് പിന്നെ സോറി ഇന്ദ്രേട്ടാ. ചെല്ല്. പിന്നെ ഒരു കാര്യം, എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. അതൊന്നും ആരുടെ മുമ്പിൽ ഞാൻ അടിയറ വെച്ചിട്ടില്ല, ഇനി മുന്നോട്ട് വെക്കുകയില്ല. അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, അതൊക്കെ എൻ്റെ മാത്രം ഇഷ്ടങ്ങളാ. ശ്രീകുട്ടിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ശ്രീകുട്ടി, നീ ഒരു പാവാണ്. മുന്നോട്ട് അങ്ങനെയായ നിനക്ക് നല്ലത്. നിന്റെ അമ്മയെ പോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാ ചില്ല്. ഞാൻ പറഞ്ഞതിൽ വിഷമമൊന്നും വേണ്ട. മുന്നോട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടതും വാടിയ മുഖവുമായി അവനെ നോക്കി ശ്രീകുട്ടി പുറത്തേക്ക് കടന്നു. ഈ അമ്മയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രേട്ടന്റെ അരികിലേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ചു. എല്ലാ തരത്തിലും ഇപ്പോൾ ഇന്ദ്രേട്ടന്റെ മനസ്സിൽ തന്നെ കുറിച്ചുള്ള ചിന്ത അത്ര നല്ലതായിരിക്കില്ലെന്ന തോന്നൽ അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അമ്മയോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി, അതിലുപരി സങ്കടവും. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ ശ്രീകുട്ടി നേരെ അടുക്കളയിൽ ചെന്ന് അമ്മയുടെ കയ്യിൽ പിടിച്ചു. അമ്മേ, ഞാൻ വീട്ടിലേക്ക് പോവാം. ശ്രീകുട്ടി ഉമ്മയോട് പറഞ്ഞോട് ഹാളിലേക്ക് നടന്നു. അവിടെ നേരെ പുറത്തേക്കും. മോളെ പോവല്ലേ, അവിടെ നിൽക്ക്, പറയട്ടെ. ഉമ്മ ശ്രീകുട്ടിയെ വിളിച്ച് പിന്നാലെ ഓടി. അമ്മ ഇനി ഒന്നും പറയണ്ട, വരുന്നെങ്കിൽ വാ. അവിടെ നിൽക്ക് പെണ്ണെ, എന്തിനാ നീ ഇങ്ങനെ ഒന്നും പറയാതെ ഓടുന്നത്? അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി? ശ്രീകുട്ടി തിരിഞ്ഞു പോലും നോക്കാതെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു. വീട്ടിലെത്തിയതും സിറ്റൗട്ടിലെ ചെയറിലിരുന്നുകൊണ്ട് തന്റെ നേരെ വരുന്ന അമ്മയെ ദേഷ്യത്തോടെ അവൾ നോക്കി. പറ മോളെ, എന്താ പെട്ടെന്ന് എനിക്ക് പറ്റിയത്? ഉമ്മ വെപ്രാളത്തോടെ അവൾക്കരികിൽ നിന്നോട് ചോദിച്ചു. ഇനി എന്ത് പറ്റാനാ? അമ്മയുടെ വാക്കിയിട്ട് ഇന്ദ്രനോട് സംസാരിക്കാൻ പോയി എന്നെ വേണം തല്ല. ഉമ്മ കാര്യം മനസ്സിലാവാതെ അവൾ തുറച്ചു നോക്കി. അമ്മ നോക്കണ്ട, ഇന്ദ്രേട്ടന്റെ വായിലുള്ള മുഴുവൻ കേട്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. ഇന്ദ്രേട്ടൻ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാം അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കൊണ്ട് വിട്ടാൽ മതിയല്ലോ, വേറൊന്നും അറിയണ്ടല്ലോ. ബാക്കിയെല്ലാം കേൾക്കാനും സങ്കടപ്പെടാനും ഞാനുണ്ടല്ലോ. ഓഹോ, അവനെന്റെ മോൻ അത്രയൊക്കെ പറയാനായോ? എന്നാ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. മോൾ ഇവിടെ ഇരിക്കും, അച്ഛൻ ഇപ്പൊ വരും. ഞാൻ പോയിട്ട് ഇന്ദ്രനോട് 2 വാക്ക് പറഞ്ഞിട്ട് വരാം. ആ വേഗം ചെല്ലി, കിട്ടുന്നൊക്കെ വാങ്ങിച്ചു കൂട്ടിക്കോ. എനിക്ക് കിട്ടാത്ത നീ അമ്മയ്ക്ക് കിട്ടിക്കോളും. അപ്പൊ എല്ലാം ആയി, അമ്മയ്ക്ക് സമാധാനാവും. അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല, ഒന്നും ഉണ്ടാവില്ല. അമ്മ ഇന്ദ്രേട്ടൻ പൂവിട്ട് പൂജിക്കും. വേഗം ചെല്ല്. എന്നാ ഞാൻ പോകുന്നില്ല. ഉമ്മ ശ്രീകുട്ടിയെ പേടിയോടെ നോക്കി. എന്റെ അമ്മേ, ഇനിയെങ്കിലും ഇന്ദ്രേട്ടനെ അങ്ങനെ നിർത്തണം, ഇങ്ങനെ നിർത്തണം, അത് പറയണം, ഇത് പറയണം എന്ന് പറഞ്ഞിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അമ്മയ്ക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ. ഇല്ല മോളെ, ഇനി അമ്മ ഒന്നും പറയില്ല. പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് നന്ന്. അതും പറഞ്ഞ അമ്മയെ നോക്കി ശ്രീകുട്ടി അകത്തേക്ക് പോയി.
എന്നാലും ഇന്ദ്രൻ എന്തായിരിക്കും ശ്രീകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവുക? ആ ചിന്തയിൽ ഉമ അങ്ങനെ ഇരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.